ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആരും ചെയ്യാത്തൊരു കണ്ടന്റ് ആണ് ഗൈസ്. വാട്ട്സ് ഇൻ മൈ ചൂണ്ട ബാഗ്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ചൂണ്ട ബാഗിൽ ചൂണ്ടയും മറ്റൊന്നിനും ചെറിയ സാധനങ്ങൾ അല്ല ഗൈസ്. നമ്മുടെ ചൂണ്ട ബാഗിൽ ഒരു മിനി ഷോപ്പ് തന്നെയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും വിളിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് ഗൈസ്. അപ്പൊ എൻ്റെ ചൂണ്ട ബാഗ് ഇതാണ് കേട്ടോ. ഇത് കുറച്ച് പഴയ ബാഗാണ്, മതിയല്ലോ നമുക്ക് ചൂണ്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പുതിയ ബാഗൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 5-6 വർഷമായിട്ടുള്ള എൻ്റെ ബാഗാണ് ഗൈസ് ഞാൻ ചൂണ്ട ബാഗായിട്ട് കൊണ്ട് നടക്കുന്നത്. കുറച്ച് കീറിന്നൊക്കെ ഉള്ളൂ, കുറച്ച് ഓട്ടയൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് സാരമില്ല. നമ്മളെ ഈ ചൂണ്ടാൻ പോകുമ്പോൾ മണ്ണിലും ചടയിലും ഒക്കെ വെക്കണതല്ലേ, അതുകൊണ്ട് ഇത് ധാരാളമാണ് ഗൈസ്. ഇത് നമ്മൾ അടുത്തുള്ള ഒരു 2-3 സ്പോട്ട് ഒഴികെ ബാക്കി എല്ലാ സ്പോട്ടിലേക്കും നമ്മൾ ഈ ചൂണ്ട ബാഗ് എടുത്തിട്ട് പോകാറുണ്ട്. അതുമാത്രമല്ല ഗൈസ്, നമ്മൾ ചുമ്മാ അങ്ങടെങ്കിലും പോകുമ്പോൾ പോലും ഞാൻ വണ്ടിയിൽ ഈ ബാഗ് വെറുതെ വെക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പോട്ട് കണ്ട് നമുക്ക് അപ്പൊ തന്നെ ചൂണ്ടിയിട്ട് മീൻ പിടിക്കാലോ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ട് നടക്കുന്നത് ഗൈസ്. ഈ ബാഗ് കാണുമ്പോൾ കുറച്ച് പഴയതുപോലെ തോന്നും, പക്ഷെ പഴയതാണെങ്കിലും ഇത് വൈൽഡ് ക്രാഫ്റ്റിന്റെ ബാഗാണ് ഗൈസ്. കുറച്ച് ബ്രാൻഡഡ് ഐറ്റം ഒക്കെ ആണ്, എന്നാലും പഴകിയത് കൊണ്ടാണ് ഞാനിപ്പോ ചൂണ്ട ബാഗായിട്ട് യൂസ് ചെയ്യുന്നത് ഗൈസ്. അപ്പൊ നമ്മൾക്ക് ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ചൂണ്ടയാണ് ഗൈസ്. സോ ഇതുപോലത്തെ ഒരു ചൂണ്ടയായിരുന്നു എന്റെ ചൂണ്ട, അത് പൊട്ടിപ്പോയി. അതെന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഈ ചൂണ്ടനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ചൂണ്ട ചെറുതായത് കൊണ്ട് തന്നെ മടക്കി ചുരുട്ടിയിട്ട് എന്റെ ബാഗിൽ ഇട്ടിട്ട് പോകും. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ എന്റെ ബാഗിൽ ചൂണ്ടയുള്ളത് കാര്യം ആർക്കും തന്നെ അറിയില്ല. ഈ ചൂണ്ട ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതൊരു 500 രൂപന്റെ ഉള്ളിലുള്ളൂ, 400 സംതിങ് ആ ഒരു റേഞ്ചിലായിരുന്നു ഇതിന്റെ പ്രൈസ് വരുന്നത് ഗൈസ്. ഇത് ലൂർ ആണോ ഫ്രോഗ് ആണോ? ഞാൻ ഫ്രോഗ് എന്ന് പറയുകയാണെങ്കിൽ കമന്റ് വരും ഇത് ലൂർ ആണെന്ന്. ഞാൻ ലൂർ എന്ന് പറഞ്ഞാൽ കമന്റ് വരും ഇത് ഫ്രോഗ് ആണെന്ന്. സത്യത്തിൽ ഇത് എന്താണ് ഗൈസ്, ഇതിന്റെ ഡിഫറൻസ് ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക്, എന്നെ പോലുള്ള ഒരാൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാനിപ്പോ ഒരു 4-5 മാസമായിട്ടുള്ളൂ ചൂണ്ടാൻ തുടങ്ങിയിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് നല്ലതുപോലെ യൂസ്ഫുൾ ആവാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ. പിന്നെ എൻ്റെ അടുത്ത് കുറേ ഇപ്പൊ കമന്റ്സ് വരുന്ന ഒരു കാര്യമാണ്, ചൂണ്ട അപ്ഗ്രേഡ് ചെയ്യണം, റീൽ അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ് ചെയ്യാം ഗൈസ്, നമ്മൾക്ക് കുറച്ച് പൈസയൊക്കെ വേണമല്ലോ. സോ പൈസ ഇല്ലാതൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്തിട്ട് നമ്മൾ ചൂണ്ട മേടിക്കുന്നതായിരിക്കും. മേടിക്കുമ്പോൾ ഒരു അടിപൊളി ചൂണ്ടയായിരിക്കും നമ്മൾ മേടിക്കാൻ പോകുന്നത്. ചൂണ്ട മേടിക്കാൻ പോകുമ്പോൾ എന്തായാലും പറയും ഏത് ചൂണ്ടയാണ് മേടിക്കേണ്ടതെന്ന്. സോ ഗൈസ്, അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം ഏത് ചൂണ്ടയാണ് എനിക്ക് യൂസ് ചെയ്യാൻ ബെസ്റ്റ് എന്ന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പൊ ചൂണ്ടയാണ് നമ്മുടെ ഫസ്റ്റ് സാധനം നമ്മുടെ ബാഗില്. നമ്മൾക്കിത് മാറ്റി വെക്കാം. ഇനി രണ്ടാമത്തെ സാധനം നമ്മൾ എന്താണെന്ന് നോക്കാം ഗൈസ്. അടുത്തതാണ് ഈ ഡപ്പ. ഈ ഡപ്പ കണ്ടോ, ഇതിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതില് ഗൈസ്. കണ്ടോ, ഇതിൽ എന്താണെന്ന് വെച്ചാല് ഇതില് പ്ലാസ്റ്റിക് മണ്ണിരയും പ്ലാസ്റ്റിക് ഷ്രിമ്പും. സോ ഗൈസ്, ഇത് ഞാൻ ചൂണ്ടാൻ വേണ്ടി ആദ്യമായിട്ട് മേടിച്ചൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ചൂണ്ടയൊക്കെ മേടിക്കുന്നതിന് മുൻപ് ഞാൻ മേടിച്ചൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണിരയൊക്കെ കയ്യിലാക്കി ഭയങ്കര സ്മെല്ലല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ് ഇത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. 350 രൂപയോ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. സോ ഗൈസ്, അന്ന് ഈ സംഭവം യൂസ് ചെയ്തതിന്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിങ്ങനെയൊന്നും അല്ലടാ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയാൻ പാടില്ല ഗൈസ്, ഇത് ഒഴുക്ക വെള്ളത്തിലാണ് ഇടേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അന്നാണ് ആദ്യമായിട്ടും അവസാനമായിട്ട് യൂസ് ചെയ്തത് ഈ ഒരു സാധനം കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെ ഡപ്പിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് എല്ലാം കൂടെ കൊണ്ടുപോകും. ഇതെന്തിനാ കൊണ്ടുപോകുന്നതെന്ന് എനിക്കും അറിയില്ല. പക്ഷെ ഞാനിത് ഇങ്ങനെ സേഫായിട്ട് നല്ല അടിപൊളിയായിട്ട് പാക്കൊക്കെ ചെയ്ത് ഡപ്പയിലൊക്കെ ആക്കിയിട്ട് ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോവാറുണ്ട്. അടുത്തത് നമ്മൾക്ക് നോക്കാം എന്താണ് നമ്മൾ കൊണ്ടുപോവാന്ന് ഗൈസ്. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ സ്ലിംഗ് ഷോട്ട് ആണ് കേട്ടോ. ഈ സ്ലിംഗ് ഷോട്ട് ഞാൻ ഒരു പ്രാവശ്യമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അവസ്ഥ ഇതിങ്ങനെയാണ്. അതിനുശേഷം ഞാൻ ഇത് ഒന്ന് ശരിയാക്കിയിട്ടില്ല. ഇതിങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. ഇനി ഇതിന്റെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ വീട്ടിന്റെ അകത്തുണ്ടാവും, അത് എവിടെയെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇനി അതൊക്കെ തപ്പി കണ്ടുപിടിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഇനി നമ്മൾക്ക് പ്രാക്ടീസ് കുറെ ചെയ്യാനുണ്ട്. ഞാൻ ഒരു തവണ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതും നമ്മളെ കിണറിൽ വരാൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് റെക്കമെൻഡ് ചെയ്തിട്ടായിരുന്നു സ്ലിംഗ് ഷോട്ട് മേടിക്കുക പറഞ്ഞിട്ട്. ഞാൻ മേടിച്ചു. ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മറ്റേ അമ്പില്ലേ അത് ഞാൻ കിണച്ചിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സാധനം കിണറിലുള്ളുണ്ട്, ബാക്കി കുറച്ച് സാധനങ്ങൾ വീട്ടിന്റെ ഉള്ളിലുണ്ടാവും.
അപ്പോൾ ഇതൊക്കെ ഇതിന്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെയാണെങ്കിലും ഞാൻ എൻ്റെ ബാഗിൽ കൊണ്ട് നടക്കാറുണ്ട് ഗൈസ്. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ അങ്ങനെയാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ കത്രിക ഗൈസ്. ഈ കത്രിക എന്തിനാണെന്ന് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റേ നമ്മൾ ലൈനൊക്കെ വെട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈൻ മീൻസ് മറ്റേ ബ്രൈഡൊക്കെ വെട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് യൂസ് ചെയ്യണത്. കുറച്ച് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ്. അതിന് മാത്രമല്ല മറ്റേ കോഴിക്കുടലില്ലേ, അതൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. കോഴിക്കുടല് ഭയങ്കര സ്മെല്ലാണല്ലേ. എന്നാലും ഞാൻ അങ്ങനെ നമ്മളെ ആവശ്യം നടക്കണല്ലോ അങ്ങോട്ട് ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് വേഗമൊക്കെ വെക്കാറുണ്ട്. അപ്പൊ നമ്മളെ കത്രിക ഭയങ്കര യൂസ്ഫുൾ ആണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഞാൻ കൊണ്ട് നടക്കാറുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഇതും ഒരു ചെറിയ ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊക്കിയൊക്കെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. കൊക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പിൾ ഹുക്ക് ഉണ്ട്, അത് 2 എണ്ണം ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊന്ന് ചെറുത് ഒന്ന് വലുത്, അങ്ങനെ 2 ട്രിപ്പിൾ ഹുക്ക് ഉണ്ട്. പിന്നെ ഒരു വെയിറ്റ് ഉണ്ട്, ഒരു വെയിറ്റ് അല്ല ഒരു 2-3 വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കടലിലും കായലിലും കുളത്തിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ നമ്മൾക്ക് ചെറിയ കൊക്കി ഉണ്ട്, വലിയ കൊക്കി ഉണ്ട്, അങ്ങനെ കുറെ കൊക്കികളൊക്കെയാണ് ഇതില്. കൊക്കിന്റെ കളക്ഷൻസ് ആണ് ഉള്ളത്. ഇതിലെ ഇത്ര കൊക്കിയുണ്ട്, പക്ഷെ ഇതിനേക്കാൾ കൊക്കി ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇത് കൊക്കികളൊക്കെ ഇട്ട് വെക്കണ സംഭവമാണ് കേട്ടോ. കണ്ടോ ഗൈസ്, ക്യൂട്ടായിട്ടില്ലേ ഡപ്പ കാണാൻ. അപ്പൊ ആ കൊക്കി അതായിരുന്നു. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം ബോക്സ്. ഇതിൽ ഐസ്ക്രീം ഒന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് എന്തായാലും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിലല്ലേ, നിങ്ങൾ വിചാരിക്കാത്ത ഒരു സംഭവമായിരിക്കും ഇതിലുള്ളത്. ഞാൻ കാണിച്ചു കേട്ടോ ഗൈസ്, പെല്ലറ്റ്സ്. ഇത് എപ്പോഴും ഞാൻ ഇത്രയും വെയിറ്റും കൊണ്ടാണ് ഞാൻ എപ്പോഴും ചൂണ്ടാൻ വേണ്ടി പോണത്. ഇത് എന്തിനാണ് കൊണ്ടുവന്ന് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും സ്പോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾക്ക് ഈ പെല്ലറ്റ്സ് ഒക്കെ കുഴച്ചിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എപ്പോഴും കൊണ്ടുപോകുന്നത് കേട്ടോ. വലിയ ഐസ്ക്രീം ഡപ്പിലൊക്കെയാണ് കൊണ്ടുപോണത്. അപ്പൊ ഇതിപ്പോഴും ഞാൻ കൊണ്ടുപോവാറുണ്ട്. ഇതിങ്ങനെ അടച്ചിട്ട് ഞാൻ വെക്കാറുണ്ട്. ഭാഗ്യവശാൽ ഇതുവരെ ഞാൻ അങ്ങനെ വലുതായിട്ട് എനിക്ക് പെല്ലറ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ടവലാണ് ഗൈസ്. ഈ ടവലും ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്, കാരണം കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ എല്ലാവരും കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഗൈസ്. ടവല് കണ്ടോ, ടവല് ബ്ലൂ കളറാണ്. ഈ കളർ എനിക്ക് വലിയ ഇഷ്ടമല്ലെങ്കിലും നമ്മൾ കൈയൊക്കെ തുടയ്ക്കാൻ ഈ കളർ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തൊക്കെയാണോ തനി പറയുന്നത് എന്നായിരിക്കും നിങ്ങളിപ്പോ വിചാരിക്കുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് വരാം. അടുത്ത എന്താണെന്ന് വെച്ചാൽ വേറൊരു ഡപ്പയും കൂടി ഉണ്ട്. ഈ ഡപ്പയിൽ ഞാനില്ലേ ലൂറ് അല്ലെങ്കിൽ ഫ്രോഗ് ഇട്ട് വെച്ചതായിരുന്നു. 2 ഫ്രോഗ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ഫ്രോഗ് ഇതിൽ ഇടാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. സോ ഇത് അടിപൊളി ബോക്സ് ഒക്കെയാണ്. കുറച്ച് ചളി ഉണ്ടെന്നേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമ്മൾക്ക് വൃത്തിയാക്കിയത് നല്ല ബോക്സ് ആണ് കേട്ടോ. അപ്പൊ അത് ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, അടുത്തത് ഒരു കത്തി. ഇത് നമ്മളിതൊക്കെ കട്ട് ചെയ്യണ കത്തിയും, ഇത് നല്ല കട്ടിയുള്ള മറ്റേ ഞരമ്പാണ് കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മള് വെട്ട് ചൂണ്ടി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ ഗൈസ്, നിങ്ങൾ ആലോചിക്കണം, വെട്ട് ചൂണ്ടി ഇടാനൊന്ന്, മറ്റേ ചൂണ്ടിയിടാനൊന്ന്, അങ്ങനെ കുറെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ അതിനാണ് ഈ കത്തിയും ഈ കുറച്ച് ഞരമ്പും ഞാൻ കൊണ്ട് നടക്കുന്നത്. റോസ് കളർ കത്തിയാണ് ഗൈസ്, നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, അതാണ്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഈ 2 സംഭവങ്ങൾ. ഇത് ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ മലിഞ്ഞിനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാം എടുത്തു പോയി. പക്ഷെ നമ്മൾ കൊക്കില്ലേ, അതിന്റെ ബോക്സ് മറന്നു വീട്ടില്. സോ അതുകൊണ്ട് നമ്മൾക്ക് കൊക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിലെ കൊക്കി യൂസ് ചെയ്യേണ്ടി വന്നു. കൊക്കി പക്ഷേ പൊട്ടിപ്പോയി. നമ്മൾക്ക് മീനെ കുടുങ്ങിയെങ്കിലും കൊക്കി പകുതി വെച്ചിട്ട് പൊട്ടിപ്പോയി. എന്നാലും നമ്മൾ ഇതുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾക്ക് ഈ 2 ഞരമ്പും കൂടി യൂസ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി എവിടെ കൊണ്ട് വെക്കണത്, കഴിഞ്ഞു. ഇത്രയും സാധനങ്ങളുണ്ട്, അറിഞ്ഞോ? അയ്യോ, എത്ര സാധനങ്ങളായിരുന്നല്ലേ. പിന്നെ കുറച്ച് അത് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത്രയാണ് ഗൈസ് എന്റെ ചൂണ്ട ബാഗിലുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, കുറെ ഉണ്ട്. സോ ഇതിൽ എന്തെങ്കിലും കാര്യം ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ചൂണ്ട അപ്ഗ്രേഡ് ചെയ്യുന്നത്. അത് ചെയ്യാൻ ഗൈസ് നമ്മൾ എന്തായാലും ചെയ്യാം. പക്ഷെ ഇതല്ലാണ്ട് നിങ്ങൾക്കിനി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ക്യാരി ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ ഗൈസ്. സോ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പൊ ഇതാണ് നമ്മളുടെ വാട്ട്സ് ഇൻ മൈ ചൂണ്ട ബാഗ്.
ഈ ബാഗ് ഞാൻ ഇങ്ങനെ എങ്ങടെങ്കിലൊക്കെ പോകുമ്പോഴും കൊണ്ടുപോകാറുണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല, അല്ലാണ്ട് നമ്മൾ ചുമ്മാ കറങ്ങാനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. സോ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് കിട്ടിയ മീനാണ് ആ തോട്ടിലുള്ള വലിയ വരാൽ കേട്ടോ. സോ ആ വരാൽ എന്ന് വെച്ചാൽ അതിന്റെ ബാക്കിൽ വലിയ സ്റ്റോറി ഉണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ പറയാവേ. അതെന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അവര് പറഞ്ഞു ഒരു 10 minutes വെയിറ്റ് ചെയ്യണമെന്ന്. സോ നമ്മുടെ ചൂണ്ട ബാഗ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അടുത്തൊരു ചെറിയൊരു തോട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, അതുപോലെ കുറേ മീനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അവിടെ ചൂണ്ടിടാന്ന്. നമ്മുടെ കയ്യിൽ മൈദമാവ് എപ്പോഴും ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ ചൂണ്ടി ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂണ്ടാം അല്ലെ, ഒരു ചെറിയ കരിപ്പിടിയൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൈദമാവ് കുഴച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ നമ്മൾ 2 വലിയ വരാല് വന്നിട്ടില്ലേ ഗൈസ്, അതിലൊരു വരാലാണ് നമ്മുടെ ഇത് അടിച്ചത് കേട്ടോ. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചത്ത വരാലാണ്, അതുപോലെ തന്നെ മൈദമാവിലാണോ വരാല് കിട്ടി, അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതിന്റെ ഞാൻ സൂം ചെയ്തിട്ട് ഒരു ക്ലിപ്പ് ഇവിടെ കൊടുക്കാവേ. അത് സത്യമായിട്ടും മൈദമാവിൽ കിട്ടിയ വരാലാണ്. അതും നമ്മൾ കുറേ മാസങ്ങളായിട്ട് നമ്മൾ വരാല് പിടിക്കാൻ വേണ്ടി കുറേ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും കിട്ടിയില്ല. നമ്മളൊരു 10 minutes ചുമ്മാ ടൈം പാസിന് വേണ്ടിയിട്ട് ചൂണ്ടിയിട്ടപ്പോൾ അപ്പം അതിൽ കയറി വരാലടിച്ചു. എന്തായാലും ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ ഈ ചൂണ്ട ബാഗ് എങ്ങടെങ്കിലൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം. ഓക്കെ, ഈ ബാഗിൽ ഇപ്പോൾ വെക്കാത്ത 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, നമ്മൾ മൈദമാവ് അതും എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു കവർ എന്തിനാണെന്ന് വെച്ചാൽ മീൻ കിട്ടി നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. മീൻ എന്തായാലും കിട്ടുമല്ലോ. സോ കവർ ഞാൻ എപ്പോഴും ഇടാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയേ വീഡിയോ ഉള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക ഗൈസ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് അടുത്തിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. ഐസ്ക്രീം ഐസ് നമ്മൾ ഈ ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ സിബ് ഇവിടെ സിബ് ഇവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെ പോലെ ബിഗിനറിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് പറയുന്നത്, എനിക്കറിയാൻ പറ്റില്ല ഞാൻ എന്താണ് പറയുന്നത്. സോ ഒരു 2 minute ടൈം തരട്ടെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്താ പറയുന്നത്. അമ്മേ, ഈ മടുത്തു, എനിക്ക് മടുത്തു.